അന്ന് ബി വെല്ലിംഗ്ടൺ ആരോഗ്യമന്ത്രിയായിരുന്നു. ബി വെല്ലിംഗ്ടണെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ പാർട്ടി KSPയുടെ മത്തായി മാനൂരാനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് അന്വേഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പ്രമേയം കൊണ്ടുവരുന്നു. ആ പ്രമേയം പാസ്സായാൽ അത് അവിശ്വാസ പ്രമേയമായി കണക്കാക്കി ഞാൻ രാജിവെക്കും എന്ന് EMS പറയുന്നു. അത് പാസ്സായി, EMS രാജിവെച്ചു. ഞാൻ പറഞ്ഞു വന്ന കാര്യം, സമുദായ സംഘടനകളെ പീഡിപ്പിച്ച് അവരുടെ മുന്നണി ഉണ്ടാക്കുന്നതാണ് കേരളത്തിൽ ഭരണം പിടിക്കാൻ നല്ലത് എന്ന് കേരളീയരെ പഠിപ്പിച്ചത് വിമോചന സമരം. ആ വിമോചന സമരത്തിന്റെ കെട്ട പാഠങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ പഠിക്കുന്നത്. അന്ന് അവർ ആദ്യമായി ലീഗിന് കേരളത്തിൽ ഭരണത്തിൽ വരും. 67 രണ്ടാം EMS മന്ത്രിസഭയിലാണ് മുസ്ലിം ലീഗ് ആദ്യമായി അധികാരത്തിൽ വരുന്നത്. അന്ന് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടും അഹമ്മദ് കുരിക്കൾ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിട്ടും സ്ഥാനം കിട്ടും. അന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത്. കാരണം അത് വലിയ കുഴപ്പമില്ല, കാരണം അതിപ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രയോജനം, അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ ഇന്നത്തെ അവസ്ഥയിൽ ആലോചിക്കണം, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന്. ഇപ്പോൾ ഒബാമ അവിടെ ഇരിക്കുക ഹോട്ടലിൽ, താജ് ഹോട്ടലിന്റെ മുമ്പിൽ 10 വ്യക്തികളാണ്, വെറും 10 വ്യക്തികളാണ് 100 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ 3 ദിവസം മുൾമുനയിൽ നിർത്തുന്നത്. നിങ്ങൾ എന്താ വേണ്ടത്? 10 പേര്. നിങ്ങൾ എത്രയുണ്ട്? നിങ്ങൾ 100 കോടി. ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യമാണ്. വരയ്ക്കുക, ആയിരക്കണക്കിന് കോടികളാണ് ഓരോ കൊല്ലവും ഇന്ത്യ ഗവൺമെന്റ് രാജ്യരക്ഷയ്ക്ക് വേണ്ടിയും ആയുധ ശേഖരണത്തിന് വേണ്ടിയും പട്ടാളത്തിന് വേണ്ടി ചെലവാക്കുന്നത്. എന്നിട്ട് 10 പേര് ഈ സാധാരണ ബോട്ടിൽ കയറി വന്നിട്ട് നിങ്ങളെ വിറപ്പിക്കുക. അപ്പോൾ ന്യൂനപക്ഷ രാഷ്ട്രീയം, ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന ഒരു വാക്കിന് പ്രത്യേകിച്ച് ഒരർത്ഥമില്ല എന്ന് നമ്മൾ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയതാണ്. അതിപ്പോൾ കഴിഞ്ഞ ബോംബെ അറ്റാക്കിന്റെ സമയത്ത് അത് വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് ഇനി മതവർഗീയത എന്നല്ലാതെ, സാമുദായിക വർഗീയത എന്നല്ലാതെ ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്ന് വകതിരിച്ച് പറയുന്ന അർത്ഥമല്ല. അത് വകതിരിച്ച് പറയുന്നത് കൊണ്ട് ഭൂരിപക്ഷ വർഗീയത വളർത്താനേ സഹായിക്കുള്ളൂ എന്ന് അന്ന് പലരും പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. ഇപ്പോൾ അത് അനുഭവമായി. കാരണം BJPക്ക് മേൽക്കൈ കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത എന്നുള്ളൊരു വാക്ക് ഒരു കപട വാക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് ഞാൻ പറയുന്നത്. എന്താണിതിൽ? അതാണ് ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി രൂപപ്പെടുത്താൻ എന്താ വേണ്ടത് ഒരു ചോദ്യം. ഇതൊക്കെ മുഹമ്മദിന്റെ ചോദ്യങ്ങളാണ്. സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കൊക്കെ എല്ലാവരും ഏതാണ്ട് മറന്നു കഴിഞ്ഞു. പേരിലിപ്പോൾ വീരകുമാറിന്റെ പാർട്ടിക്കൊക്കെ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പേരിലൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ അതിപ്പോൾ ചൈന പോലും മുതലാളിത്തത്തിന്റെ വഴിയിലായി നമുക്കറിയാം. എനിക്കതിൽ വളരെ വ്യക്തിപരമായി വളരെ സങ്കടമുള്ള ആളാണ് ഞാൻ. കാരണം രാം മനോഹർ ലോഹിയമാരുള്ള മഹായോഗ്യന്മാരായ ആളുകൾ, ജയപ്രകാശ് നാരായൺ, അവരൊക്കെ, ജയപ്രകാശൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് കേട്ടോ, ഞാൻ അതുകൂടി പറയാം. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. അദ്ദേഹം നിസ്വാർത്ഥനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ചെയ്ത ഒരു അബദ്ധം എന്ന് പറയുന്നത് അന്ന് പലരും അദ്ദേഹത്തെ താക്കീത് ചെയ്തതാണ്. അതായത് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് അദ്ദേഹം അതിനു മുമ്പേ, അതായത് ബീഹാറിലെ അബ്ദുൽ ഗഫൂർ ഗവൺമെന്റിനെതിരായിട്ട് ഒരു സമരം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ RSSകാരുണ്ട്. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ RSSനെ കൂട്ടിയാൽ ആപത്താണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. നിർഭാഗ്യവശാൽ JPക്ക് അത് വേണ്ടത്ര തലയിൽ കയറിയില്ല. അത് കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥ വന്ന് പിന്നീട് അടിയന്തരാവസ്ഥ പൂർണ്ണമായും എടുത്തു കളയാതെ തന്നെ അതിൽ അയവെടുത്തിയിട്ട് 77 ഇന്ദിരാഗാന്ധി ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ രാംലീല മൈതാനിൽ JP ആണ് ആ പാർട്ടിയെ ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ പാർട്ടിയുടെ വിളംബരം നടത്തുന്നത്. അതിൽ സംഘടനാ കോൺഗ്രസ്, അന്ന് നമ്മുടെ ബാബു ജഗജീവൻ റാം, ബഹുഗുണ, നന്ദിനി സത്പതി തുടങ്ങിയ നേതാക്കന്മാരുണ്ടായിരുന്ന കോൺഗ്രസ് ഫോർ ഡെമോക്രസി, നമ്മുടെ ഇവരൊക്കെയുള്ള സോഷ്യലിസ്റ്റ് പാർട്ടി, അതുലിമായി, റൊണാൾഡ് ഗോറെ, മധു ദന്തവതി, ജോർജ് ഫെർണാണ്ടസ് തുടങ്ങിയുള്ള വലിയ ക്യാമ്പന്മാരുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി, നിജലിംഗപ്പയുടെ കോൺഗ്രസ്. ഈ കൂട്ടത്തിൽ അന്ന് ജനസംഘം എന്നുള്ള പാർട്ടിയെ കൂടി കൂട്ടി. അങ്ങനെയാണ് 77 മൊറാർജി മിനിസ്ട്രിയിലാണ്
കേന്ദ്രത്തിൽ ആദ്യമായി അന്ന് ജനസംഘത്തിൻ്റെ പ്രതിനിധികൾ വാജ്പേയി വിദേശകാര്യമന്ത്രിയായിട്ട്, അദ്വാനി വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായിട്ടും അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ ആപത്ത് 2 കൊല്ലം കഴിയുമ്പോഴേക്കും മിനിസ്റ്റർ തകർന്നിട്ട് BJP രൂപം കൊള്ളുന്നു. പിന്നീട് അതിൻ്റെ ആപത്ത് നമ്മൾ കണ്ടത്. അപ്പം അന്ന് ആ കൂട്ടത്തിൽ കൂട്ടരുത് എന്ന് പറഞ്ഞത് JP-യെ പോലെ വലിയൊരു മനുഷ്യന് മനസ്സിലായിരുന്നെങ്കിൽ ഇത്രയും വലിയ ആപത്ത് നമുക്ക് ഉണ്ടാവുമായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് അപ്പോൾ അവരിപ്പോൾ പറയുന്നത് അവർ ഗാന്ധിയൻ സോഷ്യലിസം ഉണ്ടെന്ന്. കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അനാഥമായ യത്തീമായ ഒരു വാക്കാണ് സോഷ്യലിസം. ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ ഏതെങ്കിലും രാഷ്ട്രീയ ചിന്തകനോ സാമ്പത്തിക ചിന്തകനോ അതിന് പുനരുജ്ജീവനം നൽകും എന്ന് പ്രതീക്ഷിക്കല്ലാതെ വേറെ കൊണ്ടും പറയാനില്ല. അത് എനിക്കുള്ള ചോദ്യമാണോ? ആണോ? ആ വരവ് കണ്ടാ അറിയാം. ഒബാമയുടെ സന്ദർശനം ഇന്ത്യൻ ഭീകരവാദത്തിന് അറുതി വരുത്തുമോ? ഇമ്മാതിരി ഒരു ചോദ്യം വന്നാൽ ഞാൻ തോറ്റു എന്നല്ലാതെ എന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞത്. ഒന്ന്, ഒബാമയെ പറ്റി ആദ്യത്തെ ഒരു 8-10 മാസം ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരാളാണ്. എൻ്റെ കാരണത്തെ അദ്ദേഹം മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ കേട്ടോ ഗാന്ധിയുടെ ശിഷ്യനായിട്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വന്ന കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി അഹിംസാ സമരം നടത്തിയ ഒരു നേതാവിൻ്റെ അനുയായിയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഗാന്ധിയെ പറ്റി പന്നിട്ട് അദ്ദേഹം പറയുന്നു. അപ്പോൾ എനിക്ക് ഒന്നുമില്ല, ഇറാഖിലെ സൈന്യത്തെ പിൻവലിക്കുമെന്നും അഫ്ഗാനികളുടെ കാര്യത്തിൽ അങ്ങനെ അനവധി കാര്യങ്ങൾ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് അസ്തമിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന ഇലക്ഷനിൽ റിപ്പബ്ലിക്കന്മാർ നേടിയ മേൽക്കൈ ആ അമേരിക്കൻ ജനത തന്നെ അതിന് നേരെ വളരെ ക്രിട്ടിക്കലാണ്. അദ്ദേഹത്തെ പറ്റി അവർക്ക് വലിയ പ്രതീക്ഷയില്ലാന്ന് കാണിക്കുന്നത്. പിന്നെ ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞു ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ഈ മുസ്ലിങ്ങളുടെ ഇടയിലെ ഭീകരവാദം എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഉൽപ്പന്നമാണ്. കൊക്കക്കോല പോലെ ഒരു സാധനമാണ് മുസ്ലിങ്ങൾക്കിടയിലെ ഭീകരവാദം. ഞാൻ ഈ മുസ്ലിങ്ങൾക്കിടയിൽ എന്ന് പറയുന്നത് മുസ്ലിം ഭീകരവാദം എന്ന് പറയാതിരിക്കാൻ വേണ്ടി, കാരണം എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല. അപ്പോൾ മുസ്ലിം ഭീകരവാദം എന്ന് പറയുമ്പോൾ കേട്ടോ, ഞാനിപ്പോൾ ഒരു പഴയ കഥ ഓർമ്മയാവുകയാണ്. എൻ്റെ ചെറിയ മകൻ അവനിപ്പോൾ MBA പഠിക്കുക. അവൻ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്യാമ്പസിൽ ഒരു ചെറിയ സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 20 കുട്ടികൾ, അത് സിഖുകാരുണ്ട് ഹിന്ദുക്കളുണ്ട് എല്ലാവരും ഉണ്ട്, അവർ വന്നിട്ട് ക്യാമ്പസിൽ അവർ വരികയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആ സ്കീം അനുസരിച്ച് ഇവിടുത്തെ ഏതെങ്കിലും വീട്ടിൽ അതിഥികളായി താമസിക്കണം. അപ്പോൾ അങ്ങനെ 2 പേരെ ഞാനും ഭാര്യയും കൂടി സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ അവർ വരുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, വർത്താനം പറയണം, ഞങ്ങളുടെ കൂടെ കിടത്തണം അങ്ങനെ. അപ്പോൾ ഇവർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അടുക്കളയിൽ ചപ്പാത്തി ദാലൊക്കെ ഉണ്ടാക്കുകയാണ് എൻ്റെ ഭാര്യ. അപ്പം ഞാൻ അതിൻ്റെ ഒരു മേസ്ത്രി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ചെറിയ മകൻ അകത്തേക്ക് ഓടുന്നുണ്ട്. പറഞ്ഞു, ബാബിജി സിഖ് ഭീകരവാദി എന്ന് വന്നിട്ടുണ്ട്. അല്ല ബാബുജി, സിഖ് ഭീകരവാദി വരുന്നത് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവരെ സ്വീകരിച്ചു കൊടുത്തു. അങ്ങനെ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ BA പഠിക്കുന്ന കുട്ടികളാണ്, ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ മാധ്യമങ്ങൾ സിഖ് എന്നതിൻ്റെ കൂടെ അതിൻ്റെ ഒരു വാക്കായിട്ട് അതിൻ്റെ 2ാം ഭാഗമായിട്ട് സിഖ് ഭീകരവാദി പറഞ്ഞിട്ട് 8ഉം പൊട്ടും തിരിയാത്ത ഈ കുട്ടി സിഖുകാരൻ എന്ന് പറയുന്നതിന് പകരം സിഖ് ഭീകരവാദി എന്ന് പറഞ്ഞ് പഠിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മാഷേ സാരല്ല, ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയും ഞങ്ങൾ നേരിടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിലെ ഭീകരവാദി എന്നേ നമ്മൾ പറയുമോ. കാരണം വെറുതെ പറയുന്നൊരു വാക്കല്ലേ മാപ്പിള ലഹള എന്ന് പറയും. എന്തൊരു അന്യായമായ വാക്കെന്നാലും അതിന് എത്രയോ കാലം പറയുന്ന ഏറനാട് കലാപം, മലബാർ കലാപം എന്ന് പറയാം. അങ്ങേയറ്റം ഏറനാട് കലാപം എന്നാണ് നല്ലത്. കാരണം ഏറനാട് താലൂക്കിൽ മുഴുവനും വള്ളുവനാട് താലൂക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളും കോഴിക്കോട് താലൂക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. മലബാർ എന്നറിയപ്പെടുന്ന മിക്ക പ്രദേശത്തും ആ കലാപം ഉണ്ടായിട്ടില്ല. അപ്പോൾ മാപ്പിളമാർ മാത്രമല്ല ഇതിൽ പങ്കെടുത്തത്, അതിൽ മാപ്പിളമാരല്ലാത്തവരും പങ്കെടുത്തിട്ടുണ്ട്. ആദ്യകാലത്ത് അറസ്റ്റിൽപ്പെടുന്ന ഒരാൾ മോഴിക്കുന്നത്ത് ബ്രഹ്മോത്സവം ഒരുപാട്. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, ആത്മകഥയുണ്ട്, ഖിലാഫത്ത് സ്മരണകൾ എന്ന്